ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കർക്കിടക സംക്രമ ചടങ്ങ് നടന്നത്. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടത്. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കർക്കിടക സംക്രമ ചടങ്ങ് നടന്നത്. മറ്റ് തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനുമാണ് കുട്ടിത്തെയ്യങ്ങളുടെ അടിസ്ഥാനം. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. നൽക്കത്തായ സമുദായത്തിലെ കുട്ടികൾ ഗളിഞ്ചൻ തെയ്യം കെട്ടുന്നു. ഈ 3 തെയ്യം കൊണ്ടാടുന്നത് ഈ സംക്രമ ദിവസങ്ങളിലാണ്. കർക്കിടകം 1 മുതൽ പിന്നത്തെ സംക്രമം വരെയാണ് ഈ അള്ളട മുക്കാൽ നാട്ടിനകത്ത് തെയ്യാടിക്കുന്നത്. ചിങ്ങം 1-ന് കടപ്പുറം, അതേ നാളെ കുറുമ്പാവതി ക്ഷേത്രത്തിൽ തെയ്യാട്ടമുണ്ട്. എങ്കിലും നമ്മുടെ ഈ കൂലോത്തിൻ്റെ പണ്ട് കാലത്തിലെ ആചാരപരമായിട്ട് മടിയൻ കൂലോത്ത് 3 ദൈവങ്ങളും ആടിക്കുന്നത് ഈ സംക്രമ ദിവസങ്ങളിലാണ്. ദുരിതങ്ങളും ഇതിലൊക്കെ മാറി ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ അടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷം 3 കുട്ടിത്തെയ്യങ്ങളും മടിയൻകൂലം ക്ഷേത്രനടയിലെത്തുന്നു. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരി തെളിയിച്ചു വെച്ച് വരവേറ്റ് തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുകൾ വെച്ചു. തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗമില്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ളൊരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് ഈ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് പറയാതെ പറഞ്ഞ് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് ആടിമാസ തെയ്യങ്ങൾ അരങ്ങൊഴിയും. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.